കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അഘാസുരവധവും വനഭോജനവും നോക്കാം. ശ്രീമന്നാരായണീയത്തിലെ 51-ാമത്തെ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാൻ വനഭോജനം ചെയ്യാനായി തീരുമാനിച്ച് ഗോപപാലന്മാരോടും പശുക്കിടാങ്ങളോടൊപ്പം ആഹാരവും കുറച്ച് കറികളുമൊക്കെയായി അതിരാവിലെ വനത്തിലേക്ക് പുറപ്പെട്ടു. നമ്മുടെ ഭഗവാന് വനയാത്രയും ഗോക്കളെ മേയ്ക്കുന്നതും വളരെ ഇഷ്ടമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. അപ്രകാരം കൃഷ്ണ ഭഗവാൻ വനത്തിലേക്ക് പ്രവേശിച്ചു. ഭഗവാൻ വനത്തിലൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന പാദധൂളികളെ ആഹ്ലാദചിത്തരായ മുനിവര്യന്മാർ ശിരസിൽ ഏറ്റുവാങ്ങി. ത്രിഭുവനങ്ങളെയും പവിത്രമാക്കുന്ന പാദധൂളിയാണല്ലോ അത്. അങ്ങനെ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപകുമാരന്മാരോടൊപ്പം പശുക്കിടാങ്ങളെ മേയിച്ചുകൊണ്ട് പുല്ല് നിറഞ്ഞ പ്രദേശത്ത് ഇരിപ്പ് തുടങ്ങി. അപ്രകാരം പശുക്കിടാങ്ങളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഘാസുരൻ ഒരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ പാപം ചെയ്യുന്നതിന് ഒരുങ്ങിക്കൊണ്ട് ഭഗവാനെ വഴി തടഞ്ഞു. ഭഗവാന്റെ കൂടെയുള്ള ഗോപപാലന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഘാസുരനാകട്ടെ പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വാ തുറന്നുകൊണ്ട് ആ കുട്ടികൾ കളിക്കുന്നതിൻ്റെ അരികിലായി ഇരിപ്പുറപ്പിച്ചു. കാട്ടിൽ കളിക്കുന്ന കൗതുകത്താൽ മഹാപർവ്വതത്തിന് സമാനമായ പെരുമ്പാമ്പിൻ്റെ വായ ഗുഹയാണെന്ന് കരുതി ഗോപപാലന്മാർ ആ പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിലേക്ക് കയറി. അവരറിയുന്നില്ല അത് അഘാസുരൻ്റെ വായയാണ്, അഘാസുരനാണ് പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നതെന്ന്. പാമ്പിൻ്റെ വായ ഗുഹയാണെന്ന് കരുതി കയറിയ ഗോപപാലന്മാരുടെ പിറകെ തന്നെ പശുക്കിടാങ്ങളും കയറി ചെന്നു. അപ്പോഴാകട്ടെ അവർക്ക് ചൂട് അനുഭവപ്പെട്ടു. അങ്ങനെ ഗോപപാലന്മാരും പശുക്കിടാങ്ങളും വെന്തു തുടങ്ങിയ ശരീരമുള്ളവരായി മാറി. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് അറിഞ്ഞ് മറ്റാരും ശരണമില്ലാത്ത കൂട്ടുകാരെ രക്ഷിക്കാൻ വേഗം ആ പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ആ പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിൽ കടന്ന് തൻ്റെ ശരീരത്തെ വലുതാക്കി. ശ്വാസം കിട്ടാതെ ആ മഹാസർപ്പം പ്രാണരക്ഷാർത്ഥം പുളഞ്ഞു. അന്നേരം വേഗം ആ പെരുമ്പാമ്പിൻ്റെ കണ്ടം പിളർന്ന ഭഗവാൻ ഗോപപാലന്മാരെയും പശുക്കിടാങ്ങളെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് കടന്നു. അപ്രകാരം അഘാസുരൻ എന്ന മഹാസുരനെ പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്നവനാണെങ്കിലും ആ അസുരനെ ഭഗവാൻ നിഗ്രഹിച്ചു. അന്നേരം കൊല്ലപ്പെട്ട അഘാസുരനിൽ നിന്നുണ്ടായ മഹത്തായ തേജസ് ക്ഷണനേരം ആകാശത്തിൽ തങ്ങി നിന്നിട്ട് സർപ്പശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ഭഗവാനിൽ ലയിച്ചു. ഈ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ട ദേവന്മാർ ആകാശത്ത് നൃത്തം വയ്ക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. ഭഗവാന്റെ കൂട്ടുകാരായ ഗോപപാലന്മാരെയും പശുക്കിടാങ്ങളെയൊക്കെ കൊണ്ട് വീണ്ടും വനത്തിനുള്ളിൽ യാത്രയായി. അത്ഭുതത്തോടെ ബ്രഹ്മാദി ദേവന്മാർ ഭഗവാനെ പിന്തുടരുന്നവരായി തീർന്നു. സമയം ഉച്ചയായപ്പോൾ ഭഗവാനും കൂട്ടരും വനഭോജനം ഉത്സാഹത്തോടെ നടത്തി. കൊണ്ടുപോയ ആഹാരവും കറികളും കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഭഗവാൻ കഴിക്കുവാൻ തുടങ്ങി. കൊമ്പിനെയും ഓടക്കുഴലിനെയും അരയിൽ തിരുകിക്കൊണ്ടും താമര പോലെ മനോഹരമാർന്ന കരത്തിൽ ചോറുരുള വാരിക്കൊണ്ടും നേരം പോക്കിനാൽ കൂടെയുള്ള ഗോപപാലന്മാരെ ഇരിപ്പിച്ചുകൊണ്ടും ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ വനഭോജനം നടത്തി. ഈ കാട്ടിൽ ഗോപപാലന്മാർക്കൊപ്പമുള്ള ഭഗവാന്റെ ഭോജനം ദേവന്മാർക്കൊപ്പമുള്ള യജ്ഞാംശ ഭോജനത്തേക്കാൾ പ്രിയമാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ ദേവശ്രേഷ്ഠന്മാരാൽ ഗുരുവായൂരപ്പ ഭഗവാൻ സ്തുതിക്കപ്പെട്ടു. പ്രകാരമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അഘാസുരവധവും വനഭോജനവും. ഏവർക്കും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.